നമുക്കൊരു 5 സൈൻ നോക്കിയാലോ? ഒരാൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് ഫേക്ക് ആണോ അത് റിയലാണോ നമുക്ക് നോക്കിയാലോ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ പുതിയ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് 5 ടോപ്പ് 5 സൈൻസ് ആണ്. സമ്മൺ ഈസ് ഫേക്ക് ആണെന്ന് നമ്മൾ അറിയുന്ന ഒരു ഫേക്ക് ആണ്. ഇന്ന് നമുക്ക് ആരെങ്കിലും ഫേക്ക് ആണെന്നുള്ള ഇതറിയാൻ വേണ്ടിയുള്ള ഒരു 5 കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. 5 രീതികൾ. അപ്പം മെയിനായിട്ട് നമുക്ക് അതെന്തായാലും നോക്കാം. ഇപ്പോൾ ഒരാളിനെ ട്രസ്റ്റ് ചെയ്യുമ്പോൾ ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ട്രസ്റ്റ് ആകും. ചില ആൾക്കാരുണ്ട് പെട്ടെന്ന് ട്രസ്റ്റ് ആക്കും. പക്ഷെ ആരാണ് റിയൽ, ആരാണ് ഫേക്ക്, ഇതാണ് ആർക്കും അറിഞ്ഞുകൂടാത്തത്. തിരിച്ചറിയുന്നത് അത്ര ഈസി അല്ല. അപ്പോൾ അതിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. പലപ്പോഴും ഫേക്ക് ആളുകൾ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവും, നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റൂല. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരാൾ ഫേക്ക് ആണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന 5 സൈൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് നോക്കാം. 5 സൈൻസ് നിങ്ങൾക്കിത് ഉപകാരപ്പെടും. ബിക്കോസ് പലർക്കും ഇത് അറിഞ്ഞുകൂടാ, ഇതെങ്ങനെയാണ് ഇതാക്കുന്നത് വെക്കുന്നത്. എല്ലാവരും കണ്ണടച്ചങ്ങ് വിശ്വസിക്കും, ചിലവർ നമ്മളെ അങ്ങ് പറ്റിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ എന്തായാലും ഞാൻ ഓരോ പോയിൻ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇപ്പം ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 5ാമത്തെ പറയാം. അപ്പോൾ ദേ ആക്ട് ഡിഫറെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് പീപ്പിളാണ്. ഓരോരുത്തരടുത്തും ഓരോ രീതിയിലായിരിക്കും അവർ ആക്ട് ചെയ്യുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. നീ ഒറ്റയ്ക്കുള്ളപ്പോൾ ഒരു ബിഹേവിയർ, ഒറ്റയ്ക്കായപ്പോൾ ഒരു ബിഹേവിയർ കാണിക്കും, ഗ്രൂപ്പിലുള്ളപ്പോൾ കംപ്ലീറ്റ്ലി വേറെ ആവും. ഇങ്ങനെയെല്ലാം ഉണ്ട്. അവരുടെ പേഴ്സണാലിറ്റി സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം ഒരു സ്ഥലത്ത് തന്നെ ഇല്ല. ഇപ്പം നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ അവർക്ക് വേറൊരു മുഖം, അതിനുശേഷം വേറൊരു സ്ഥലത്ത് പോകണമെങ്കിൽ അവർക്ക് വേറൊരു മുഖം. അത് ഒരു വൃത്തിയായിട്ടൊരു സ്വഭാവമാണ്. അപ്പോൾ അത് നമുക്കത് റെഡ് ഫ്ലാഗ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അതത്ര നല്ല സുഖകരമായിട്ടുള്ളൊരു സ്വഭാവമല്ല, അത് ഫേക്ക് ആണെന്നാണ് അർത്ഥം. പിന്നെ 4ാമത്തത് എന്ന് പറയണത് ടു മച്ച് പ്രൈസ് ബട്ട് നോ റിയൽ സപ്പോർട്ട്. അങ്ങനെ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഓവറായി പ്രൈസ് ചെയ്യും, നല്ല രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യും നിങ്ങളെ. ബ്രോ, എക്സാമ്പിൾ പറയണമെങ്കിൽ നീ വേറെ ലെവലാണ്, നീ ഒരു ലക്ഷ്യമില്ല, സീനാണ് എന്നൊക്കെ പറയും. പക്ഷേ നീ ഇപ്പോൾ ഒരു അവസ്ഥയിൽ നീ പെട്ട് സ്ട്രഗിൾ ആയിരുന്ന സമയത്ത് അവർ നിങ്ങളെ കൂടെ കാണുക പോലും ഇല്ല, ലാസ്റ്റ് വരെ കാണൂല. അത് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളത് മനസ്സിലാക്കണം. ഇതെല്ലാവരും ചെയ്യുന്നതല്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പറച്ചിൽ മാത്രമേ കാണൂ, ആക്ഷൻ വരുമ്പോൾ അത് അവർ കാണൂല, നമ്മളെ കൂടെ ഉണ്ടാവില്ല. അതൊരു അലന്നൊരു സ്വഭാവമാണ്. അതുകൊണ്ട് അതാണ് 4ാമത്തേത്, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ 3, 2, 1 ഉണ്ട്. 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ടോപ്പ് 3യിലുള്ളത് ദേ ഒൺലി കം വെൻ ദേ നീഡ് സംതിങ്. അവർ നമ്മളെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ, അല്ലാതെ വരില്ല. അങ്ങനെയുള്ളവരുണ്ട്. എന്ന് പറഞ്ഞാൽ നോർമൽ ദിവസങ്ങളിൽ കോണ്ടാക്റ്റ് ഇല്ല. കറക്റ്റ്. ഇത് പലർക്കും റിലേറ്റ് ആവും. നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് റിലേറ്റ് ആവും. നിങ്ങൾ തന്നെ അങ്ങനെയുള്ള ആൾക്കാർ ഇവിടെ കമൻറ്റും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നോർമൽ ദിവസങ്ങളിൽ അവർ കോണ്ടാക്റ്റ് ഒന്നും ചെയ്യില്ല. പക്ഷെ സഡൻലി ഒരു പൈസയുടെ ആവശ്യമോ എന്തെങ്കിലും ഒരു സഹായമോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി അവർ സഡൻലി നമ്മളെ കോണ്ടാക്ട് ചെയ്യും, അല്ലെങ്കിൽ മെസ്സേജ് വരും അപ്പം തന്നെ. അവർക്ക് റിലേഷൻഷിപ്പ് അല്ല ഇമ്പോർട്ടൻറ്റ്, ബെനിഫിറ്റാണ് അവർക്ക് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ നല്ല രീതിയിലൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഫേക്കായ ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം. അപ്പോൾ തന്നെ നമുക്ക് എന്തൊരു സന്തോഷമായിരിക്കും. അപ്പോൾ ഇതാണ് 3ാമത്തെ പോയിന്റ് ഇത് പറയുന്നത്. ഇനി 2, 1 ഉണ്ട്. ടോപ്പ് 2ൽ ഉള്ള പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട സയൻസ് ദേ ഗോസിപ്പ് എബൌട്ട് അതേഴ്സ് ടു യു. നിങ്ങൾ മനസ്സിലാക്കണം. അവർ നല്ല രീതിയിൽ ഗോസിപ്പ് ചെയ്യും നിങ്ങളറിയൂല. അത് ബാക്കിൽ നിന്ന് ബാക്ക് പിച്ചിങ് എന്ന് പറയും. മറ്റുള്ളവരെ കുറിച്ച് കോൺസ്റ്റൻ്റായി നെഗറ്റീവ് സംസാരിക്കുന്നവർ എന്നാണ് അറിയപ്പെടുന്നത്. മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വയ്ക്കണം, അവർ നിനക്കൊപ്പം മറ്റൊരാളെ കുറിച്ച് സംസാരിച്ചാൽ നിന്നെക്കുറിച്ച് മറ്റൊരാളോടും സംസാരിക്കും. അതാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ. മനസ്സിലായി? ഇപ്പം വേറൊരാളെ പറ്റി നമ്മൾ സംസാരിക്കണമെങ്കിൽ അവർ നമ്മളെയും പറ്റി വേറൊരാളുടെ അടുത്ത് അവർ സംസാരിക്കാനും മടിക്കില്ല. അതാണ് മെയിൻ ഒരു പോയിന്റ്. അത് നല്ല പോയിന്റാണ്. ഇത് പലർക്കും ഇത് റിലേറ്റ് ആവും ഞാൻ പറയുന്ന കാര്യങ്ങൾ. അത് നിങ്ങൾ എന്തായാലും ഒന്ന് അങ്ങനെ റിലേറ്റ് ആവുന്നവരെല്ലാം ഉണ്ടോ, വല്ല അനുഭവം ഉണ്ടോ, നിങ്ങൾ എന്തായാലും പറയും. പിന്നെ എനിക്ക് പറയാനുള്ളത്
മെയിൻ പോയിന്റ്, ഒന്നാമത്തെ പോയിന്റ്, യു ഫീൽ ഡ്രെയിൻഡ് ആഫ്റ്റർ ടോക്കിംഗ് ടു ദം. ഇപ്പോൾ ഫേക്ക് ആളുകളുടെ തിരിച്ചറിയാൻ സംടൈംസ് നമുക്ക് വാക്കുകളോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ഫീലിംഗ് മാത്രം മതി. നമുക്ക് അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമുക്ക് തന്നെ നല്ല ടയേർഡാവും. നെഗറ്റീവ് ഫീലാണെങ്കിൽ ആ ഒരു ഫീലിംഗ് കൊള്ളൂല, ട്രസ്റ്റഡ് ഫീലിംഗ്, ആ ഫീലിംഗ് നമുക്ക് അത്ര നല്ലതല്ല. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിക്കോണം ഫേക്കാണ്, അതുകൊണ്ട് തന്നെ കാര്യമില്ല എന്നാണ് മെയിൻ പോയിന്റ്. അത് നമുക്കത്ര സുഖകരമായിട്ട് തോന്നില്ല. ഇതെല്ലാവർക്കും പലപ്പോഴും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ റിയൽ ആളുകൾ നല്ല രീതിയിൽ നമുക്കൊരു എനർജി തരും, നമുക്കൊരു പോസിറ്റീവ് വൈബ്സ് ആയിരിക്കും. ഫേക്ക് ആളുകൾ നമുക്ക് നമ്മളെ എനർജി എടുത്തുകൊണ്ട് പോകുന്നതിനെ പറയാം, അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കും. ഇതേ പോയിൻ്റായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവങ്ങളൊക്കെ ഉണ്ടോ, കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ വിശദീകരിച്ച് അറിയിക്കും. ഞാൻ എന്തായാലും എല്ലാം വായിച്ചിട്ട് റിപ്ലൈ തരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പലർക്കും ഇത് ബെനിഫിറ്റ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വെച്ചോ, എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂ. അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.